ലാപ്ടോപ്പ് ചെയ്യാം കേട്ടോ. ലാപ്ടോപ്പ് ചെയ്യാം കൊണ്ടുവരാം കേട്ടോ. നാളെ കൊണ്ടുപോകും ലാപ്ടോപ്പ്. ആ യെസ് ഓക്കെ. ശ്രുതിയും ജെൻസനെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലെ ശ്രുതിയും ജെൻസനെ അറിയാത്ത ഒരു ചുരുക്കമാണ്. എന്തായാലും ശ്രുതി ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ശ്രുതിയുടെ കാലിൽ ഇപ്പോൾ ഒരു പൊട്ടലുണ്ട്. അതിനകത്ത് കമ്പി ഇട്ടിരിക്കുകയാണ്. ഏകദേശം 3 ആഴ്ച എടുക്കും ആ കമ്പി കാലിൽ നിന്ന് മാറ്റാനായിട്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ സഹായമായിട്ട് ശ്രുതിയെടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്ന സമയത്ത് ശ്രുതി കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യപ്പെട്ടതിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന ജെൻസന്റെ കമ്പനി റീ ഓപ്പൺ ചെയ്യണമെന്നും അതിന് ശ്രുതിക്ക് ഒരു ലാപ്ടോപ്പ് വേണമെന്നും. ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു MLA ചെന്ന സമയത്തായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും ഉടനെ തന്നെ ആ ഒരു കാര്യത്തിന് ഒരു തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശ്രുതിക്ക് ഉടനെ തന്നെ ലാപ്ടോപ്പ് ഒക്കെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാത്തിനും ഉപരി ഇപ്പോഴും ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ശ്രുതി അത് ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയാൻ പോകണ്ടല്ലോ. സത്യം പറഞ്ഞാൽ വേറെ വല്ലവരും ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറ്റത്തില്ല. കാര്യം എന്താ പറയണ്ട, മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയാൻ വാക്കുകളില്ല. കാര്യം ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഒരു പുഞ്ചിരിയോടെ കൂടി ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്യുക എന്ന് പറയണത് തന്നെ എന്തോ പറയണ്ട, നമുക്ക് എന്താ പറയേണ്ടതെന്ന് ഈ ഒരു വിഷയത്തിൽ അറിയില്ല. എന്തായാലും ശ്രുതിയുടെ ഹെൽത്തിനെ പറ്റിയിട്ട് ഇന്നലെ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. എടുക്കുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് ഇവിടെ വെച്ചാൽ ഈ മൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്കിന്നിന്റെ ഭാഗത്ത് കുറച്ച് കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിൽ ചിലപ്പോൾ അങ്ങോട്ട് പോയി പോകുമായിരിക്കും. പക്ഷെ ബാക്കി ഉള്ളിൽ തൊട്ടാലൊക്കെ അറിയുന്നില്ല. അതൊന്ന് ഞരമ്പും ടെൻഡനും എല്ലാം കട്ടായി കയറും. അതൊക്കെ എല്ലാം ഒന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് കാല് ഇങ്ങനെയായിരുന്നു. ആ ഫോട്ടോ കണ്ടില്ലേ, വീഡിയോ ഉണ്ടായിരുന്നു. അല്ല പിന്നെ നമ്മൾ കാണിക്കണ്ടായി ഇതിങ്ങനെ കാലിങ്ങനെ മൂവ്മെന്റ്സ് ഇതുണ്ടായിരുന്നു, ഫിക്സ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഇത് വെക്കാൻ കാരണം, അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാം പൊട്ടിയത് നമ്മൾ സർജറി ഒന്നും ചെയ്യേണ്ടി വന്നിട്ട് അത് നത്തിങ്. അത് ഇറ്റ്സ് ഓക്കെ. ഓൺലി തിങ് ഈസ് വി ഷുഡ് ഹാവ് എ ബുക്ക് ഓഫ് ഫോളോ. അതിങ്ങനെ ചെയ്യണം. പിന്നെ എന്തായാലും വിത്തിൻ എ മന്ത് ഷീൽ ബി ഓക്കെ. എന്തായാലും 1 മാസത്തിനകത്ത് വെച്ച് തന്നെ ശ്രുതിയുടെ ഹെൽത്ത് പഴയതുപോലെ ആവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് MLA അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെൻസന്റെ കമ്പനി റീ ഓപ്പൺ ചെയ്യണമെന്നും അതിനൊരു ലാപ്ടോപ്പ് വേണമെന്നും ശ്രുതി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ആൾക്കാരൊക്കെ വന്നു ഭയങ്കര ഹെൽപ്പിംഗായിരുന്നു. സാറ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ ലാപ്ടോപ്പ് എത്തി കേട്ടോ. MLAയുടെ ഭാഗത്ത് നിന്ന് നാളെ തന്നെ ലാപ്ടോപ്പ് എത്തിച്ചു കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അതിൽ നല്ലൊരു കാര്യമാണ്. ഇനി ലൈഫിൽ നല്ലത് മാത്രം വരാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനി ഇതിനകത്ത് ഏറ്റവും ഭയങ്കര അതിശയപ്പെടുത്തുന്ന വേറൊരു കാര്യം പറയാം. ഈ പറയുന്ന ശ്രുതിയെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നല്ല പുറത്തുനിന്ന് ഉൾപ്പെടെ എല്ലാ ആൾക്കാരും സഹായിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മെയിനായിട്ട് പറയേണ്ട ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ ശ്രുതിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഭാഗത്തു നിന്നും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്ത് സഹായം വേണമെങ്കിലും എന്തുണ്ടെങ്കിലും എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചേരെ, എന്നെ വിളിച്ചാൽ മതി എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ എല്ലാവരിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാക്കുന്ന ഇതൊരു കാര്യമാണ്. കാര്യം എല്ലാവരും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറേ മഹാന്മാർ വീട്ടിലിരുന്നായിരിക്കും പല കാര്യങ്ങളും സംസാരിക്കുകയും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കുകയും എന്നിട്ട് അതങ്ങ് ഒഴിവാക്കിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് അല്ലേ. സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഒരുപാട് വ്യത്യസ്തതയായിട്ടുള്ളത്. അതായത് എല്ലാവരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ ശ്രുതിയെ കാണാൻ പോയ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെ കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മള് ലീവ് തന്നെയാണോ? ആണല്ലേ. അല്ല അവിടെ എത്ര വർഷമായി? 6 വർഷം. പിന്നെ ഒരു ഇതായോ? അല്ല ഇനിയും റെസ്റ്റ് എടുക്കേണ്ടി വരുമോ?
അല്ല ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ അന്ന് തന്നെ നോക്കി, പക്ഷെ എനിക്ക് ഇവരെ നമ്പർ കിട്ടിയില്ല. പിന്നെ അവസ്ഥയിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. ICUലൊക്കെ ആണെങ്കിൽ അതും തന്നെ. ഇപ്പൊ എനിക്ക് ഇന്നലെയാണ് ഇവരെ നമ്പർ കിട്ടിയത്. ഇന്നലെ ഇവിടെ വീണ്ടും 3-ാം ഘട്ടമാണല്ലോ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്നലെ കുറച്ച് ഫാമിലീസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അറിയാം, ഈ പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണത് പുള്ളിക്കാരൻ ഇന്റർവ്യൂസിന് പോയിട്ടും ഈ ഓരോ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുമാണ്. കാര്യം ഇന്റർവ്യൂസിൽ നിന്നെല്ലാം കിട്ടുന്ന കാശ് ആണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണത്. അതിൽ നിന്ന് പുള്ളിയായിട്ട് വലുതായിട്ടൊന്നും എടുക്കത്തില്ല. കാര്യം സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നേരത്തെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ 50% സന്തോഷ് പണ്ഡിറ്റ് ചെലവാക്കുന്നത് ഈ പറയുന്ന ചാരിറ്റി ആയിരിക്കും. അപ്പം ഇതുപോലെ എന്ത് കാര്യം, ഈ അർജുൻ്റെ കേസ് ആയാൽ പോലും, ഈ കർണാടകയിൽ വെച്ച് അങ്ങനെ സംഭവിച്ചാൽ പോലും അവിടെ ചെന്ന് ആ സ്ഥലത്ത് പോയി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ലാൻഡ് സ്ലൈഡിൽ സംഭവിച്ച വേറെ ആൾക്കാരെ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നെല്ലാം സന്തോഷ് പണ്ഡിറ്റ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ഒരു മനുഷ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടികൾ വേറെ ആരും വലുതായിട്ട് ചെയ്യാറില്ല. പക്ഷേ ഈ മനുഷ്യനെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നെഗറ്റീവ് പറയാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും നെഗറ്റീവായിട്ട് സംസാരിക്കാറുണ്ട്. അതായത് ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ നാറികളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നെഗറ്റീവ് പറയണത്. എന്തായാലും സന്തോഷ് പണ്ഡിറ്റിന് ഈ ഒരു കാര്യത്തിൽ കിട്ടുന്നത് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. പുള്ളിയുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി. മെയിനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും പുള്ളിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്തുമാത്രമാണെന്ന്. ഇപ്പോൾ ഈ മീഡിയസാർക്ക് ഭയങ്കര ധൃതിയായിരുന്നു പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട്. പല കാര്യങ്ങളും അവർ വന്നിരുന്ന് വാഗ്ദാനം പറയും, പല കാര്യങ്ങളും അവർ വന്നിരുന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ അവരുടെ ആ ഒരു കണ്ടന്റ് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു കേസ് വിടും, പിന്നെ അവരത് ഫോളോ അപ്പ് ചെയ്യാനൊന്നും നിൽക്കത്തില്ല. എന്നാലും നമുക്ക് ബാക്കിയോടെ കണ്ടുപോകാം. പിന്നെ നമ്മൾ എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങളൊക്കെ എങ്ങനെയാ? ഈ ലാവണ്യ എന്ന് പറയുന്ന ആരാ? ആണല്ലേ, എനിക്ക് ഒരാൾ അവരുടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അവരുടെ നമ്പർ തന്നിരുന്നു. തിരിച്ച് ഈ വാടക വീട്ടിൽ വന്ന ആളുകൾക്ക് നമ്മളെ ഫേസ്ബുക്ക് വരാറുണ്ടോ, നോക്കാറുണ്ടോ? അതെ അതെ. അപ്പൊ നമ്മളെന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുക്കള സാധനങ്ങളായാലും ചിലർക്ക് കട്ടില് കിടക്ക, അലമാറ, സാധനങ്ങളാണ് മേടിച്ചു കൊടുക്കുന്നത്. പൈസ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് കറക്റ്റ് കാര്യം. പല ആൾക്കാർക്കും കാശല്ല, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പതിയും മേടിച്ചു കൊടുക്കുന്നതെന്ന്. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പലയിടത്തും നമ്മൾ കാശ് കൊടുത്തിട്ട് ആ കാശ് അവിടെ എത്തണമെന്നില്ല. അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് വേണ്ട സാധനങ്ങൾ അതാണ് ശരിക്കും മേടിച്ചു കൊടുക്കേണ്ടത്. അതാണ് ഇതിനകത്ത് സന്തോഷ് പണ്ഡിറ്റും പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പല ആൾക്കാർക്കും അവർക്ക് ആവശ്യമുള്ള സാധനമാണ് ഞങ്ങൾ മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന്. നല്ല കാര്യം തന്നെ. എന്തായാലും പുള്ളിക്കാരനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനെങ്കിലും പറ്റി അല്ലേ? ഈ പറയുന്ന ഡയലോഗ് അടിക്കുന്ന നമുക്ക് ആർക്കും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യമാണ് ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നത്. കാര്യം പുള്ളിയുടെ പടത്തിനകത്തോട്ട് പുള്ളിക്കാരന് ബേസിക്കലി വലിയ ആർക്കും യോജിപ്പില്ല പുള്ളിയുടെ ആ പടത്തിനെ പറ്റിയിട്ട്. പക്ഷെ അത് പുള്ളി ആ പടം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം പുള്ളി പകുതിയും ഹെൽപ്പ് ചെയ്യണത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാര്യം അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ എല്ലാവരിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ഇന്നലെ പോയപ്പോഴും കട്ടിലും കിടക്കും കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ സ്ത്രീകൾ കുറെ അടുക്കള സാധനം ചോദിക്കും അല്ലെ, കുറച്ചുകൂടെ നല്ലതാണല്ലോ. പൈസ കൊടുക്കുന്നതിനേക്കാൾ നല്ലല്ലേ അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുന്നത്. നമ്മളെ എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിച്ചോളൂ. അപ്പൊ ഭാവിയിലായാലും നമ്പർ ഒന്ന് പാസ് ചെയ്തോളൂ. എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ചോദിച്ചു. നിങ്ങളെ ബന്ധുവെന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത്. അതല്ലേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചോളൂ. അപ്പൊ 2 ദിവസം ഇവിടെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. എനിക്ക് ഓരോ പ്രോഗ്രാംസ് കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഇതെല്ലാം കിട്ടി. അത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് വെച്ചു. അപ്പൊ ശരി. എന്തായാലും ശ്രുതിക്ക് നിലവിൽ ഇപ്പം ഒരു ആവശ്യങ്ങളുമില്ല. ഉള്ള ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു MLA അടുത്ത്. അതെന്തായാലും ആ ഒരു കാര്യത്തിൽ നാളെ തീരുമാനമാക്കി കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം ഇനി നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. കാര്യം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പുള്ളിക്കാരത്തെ ആ ഒരു ചിരിയോടെ കൂടി ഇതൊക്കെ ഫേസ് ചെയ്യുമെന്ന് പറയുമ്പം അത് ഭയങ്കരം തന്നെ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇനി ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും വന്ന് ചേരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.